രണ്ടാം ദിവസം രാവിലെ 9 മണി. നൈസ് ഫീലിംഗ് അല്ലേ? എന്നെ പോലെ കളിച്ചാലേ. ഐ എം ഓൾസോ, എനിക്ക് ഡാൻസ് ഇഷ്ടാ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ചേച്ചി വീട് പ്രാക്ടീസ് ചെയ്യുന്ന വീട് പഠിക്കുകയാണ്. എന്തോ ചേച്ചി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് ചിരിക്കുന്ന തൊണ്ട ചേച്ചിയുടെ ഇന്നൊരു സത്യം എനിക്ക് വിളിച്ചു ചേച്ചി വിളിച്ചോ. ചേച്ചി സത്യം കേക്ക്. ചേച്ചി ഇനിയും വീട് ചെല്ലിട്ട് വരി. ചേച്ചി രാവിലെ 10:40. അയ്യോ ആ കൊച്ചിന് പാന്റ് എടുത്തു കൊടുക്കാൻ മറന്നുപോയി. നെവർ എവർ ചുമ്മാ പറഞ്ഞു കമന്റ് ഓൺ കോസ്റ്റ്യൂം എനിബഡി ആരുടെ വസ്ത്രത്തില് ഒരിക്കലും കമന്റ് അടിക്കല്. സ്പെഷ്യലി ഞാൻ ബർത്ത്ഡേ ഡ്രസ് ഇട്ട് വന്നപ്പോ എന്റെ സിസ്റ്ററിന്റെ വളരെ ഹാപ്പി ബർത്ത്ഡേ ടു എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്. എന്റെ സിസ്റ്റർ എന്റെ റൂമിൽ എന്നെ സർപ്രൈസ് ആയിട്ട് കാണാൻ വന്ന കേരളത്തില് 6 years ആയി. അപ്പൊ എന്റെ കൂടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്റെ സിസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ നന്നായിട്ടുണ്ടെന്ന്. ഞാൻ ആരുടെ കമന്റിലല്ല എന്റെ ഡ്രസ് ഇടാറുള്ളത്. ഞാൻ ക്ലോത്തിങ് എന്ന് പറയുന്നത് എന്റെ സ്റ്റൈലാണ്. അത് എന്റെ റെക്കഗ്നീഷൻ. നിങ്ങൾ വേറെ ലോകത്താണ്, ഞാൻ വേറെ ലോകത്താണ്. മനസ്സിലായോ? അതിന്റെ ഫീലിംഗ് വേറെ. ഫീലിങ്സ് പ്രൊമോ, അതായത് ഡേ 2 പ്രൊമോ വരുന്നത് ഡേ 1 ഇതാണോ ഡോണ്ട് അസാനാണോ? കറക്റ്റ് ആണ്. അത് വന്നിരിക്കും. ഡിംപിൾ എന്നെ നോക്കി പറയും. എന്താണെന്നറിയോ, ഞാൻ ആ ഒരു രീതിയിലല്ല കാര്യങ്ങൾ എടുത്തത്. അതെ അതെ എനിക്ക് മനസ്സിലായി. തമാശക്ക് പറഞ്ഞാണ് അത്. അവൾക്ക് മനസ്സിലായില്ല. സോറി പറഞ്ഞു. അല്ല അത് പക്ഷെ ആക്ച്വലി അത് കറക്റ്റ് ആണ്. ആക്ച്വലി ഞാനും പറഞ്ഞത്, ഞാൻ പക്ഷെ പറഞ്ഞ റൂട്ട് ഇച്ചിരി ഞാൻ ഇന്നലെ എന്ത് ചെയ്തത്, ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞു മോളെ അതൊരു കൊച്ചു ഞാൻ പറഞ്ഞതാ. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതാ. ഇന്നലെ രാത്രി ഇന്ന് പറഞ്ഞ ഞാൻ തന്നെ പറഞ്ഞേ. അപ്പോ പാന്റ് ഇല്ലല്ലേ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇന്നലെ ഇത്ര ഉള്ളതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ല. എന്തായാലും ഇത്രയല്ലേ ആയല്ലോ. അങ്ങനെ പറഞ്ഞു മോളെ, ഞങ്ങള് നാട്ടുപുറത്തുകാരായിട്ടുള്ള ആൾക്കാരാണ്, പച്ച മനുഷ്യരാണ്, സാധാരണക്കാരാണ്. അതിന്റെ അപ്പുറം 2 പെൺപിള്ളേരെ വളർത്തുന്ന അച്ഛനാണ്. അപ്പൊ എന്റെ കൺസേൺ, എന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീ ഏതെങ്കിലും തരത്തിൽ അതിനെ ഭയങ്കര സെൻസിറ്റീവായിട്ട് മനസ്സിലാക്കണ്ട. ഞാനത് തന്നെ ഉദ്ദേശിച്ചു. ഇപ്പൊ എനിക്ക് ആ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് വല്ലതും കിട്ടാനുണ്ടോ? അല്ല സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടോ, അതിന് ഒരു വൃത്തികേടും ഇട്ടിട്ട് ചേരുന്നുണ്ട്. ആ സ്ഥാനത്ത് ഞാനായിരുന്നു ഇട്ടിരുന്നെന്ന് വെച്ചോ, അപ്പൊ പിന്നെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് തന്നെ പറയും കുറച്ചും കൂടെ നീളമുള്ള. എനിക്ക് അവരുടെ ഒപ്പം എത്താൻ പറ്റുന്നില്ല അമ്മ. വീട്ടില് കൊറേ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. സോയമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പ്രശ്നമാവും അമ്മ. നോബി ചേട്ടൻ വന്ന് ചോദിച്ചു, പബ്ലിക്കായിട്ട് എല്ലാവരുടെ സംസാരിച്ചപ്പോ നോബി ചേട്ടൻ വന്ന് ചോദിച്ചു, സ്പീക്കപ്പ് എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരുടെ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ പബ്ലിക്കായിട്ടൊക്കെ അങ്ങ് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായി. ഞാൻ പിന്നെ അപ്പൊ കാണിച്ചില്ല അമ്മ. ഇന്നലെ അതുപോലെ ഒരു ബാത്റൂമിലെ കേസ് വന്നപ്പോഴത്തേക്ക് ബസ്സറടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അവിടെ സാധനങ്ങൾ വന്നിട്ടുണ്ടാവും, നമുക്ക് പോയി എടുക്കാം. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, അങ്ങനെയൊന്നും പോയി എടുക്കേണ്ട കാര്യമില്ല. അപ്പം എനിക്ക് പെട്ടെന്ന് ഹേർട്ടായി അമ്മ എന്ന് വിശ്വസിച്ചിട്ടാ പറഞ്ഞ. ഞാൻ എൻ്റെ ശരീരത്തിനെ കൊണ്ട് നടക്കുന്നത് ഈ ചിരിയിലൂടെയാണ്. മനസ്സിലായോ? ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ 2 പ്രാവശ്യം കയറിയപ്പോൾ ചിരിയിലൂടെയാണ്. ആ ചിരി നഷ്ടപ്പെടേണ്ട സങ്കടം എനിക്കുണ്ട്. ഞാൻ മിററിൽ പോയി ഇവരോട് പോയി ഇങ്ങനെ കാണിച്ച് എന്നോട് ഞാൻ എന്നെ ഓണാക്കണം. ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ തൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുന്നു, താൻ എൻ്റെ അടുത്ത് പറയുന്നു, അല്ലേ? പക്ഷെ അത്
നമ്മുടെ വിഷമങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പക്ഷെ അത് പരദൂഷണ ലെവലിലേക്കൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. നീ ഇതിനകത്ത് അങ്ങനെ ചിന്തിക്കണം. നമുക്ക് ആരോടെങ്കിലും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ബേഴ്സ്റ്റ് ആകും. പക്ഷെ നമ്മളത് അസൂയ കുന്നായ്മ ഒന്നും അല്ല. Lion walk alone in the jungle. Fox walk together. And this is not a family. ഇത് ഗെയിമാണ്. ഗെയിം തന്നെയെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് വീണ്ടും. ഇവിടെ ഭയങ്കര എല്ലാം പല പല രീതിയിലാണ്. ഇപ്പം നമ്മളെ നോമിനേറ്റ് ചെയ്യാൻ റീസൺ എന്താ? ഒരാളുടെ രീതിയിലല്ല മറ്റൊരാളെന്ന് തോന്നുമ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് ചെയ്യുന്ന. എക്സ്ക്യൂസ് മീ, ഈ പറഞ്ഞ വാക്കുകളിൽ ഏതിലാണ് ഞാൻ ഫിറ്റ് ആവുന്നത്? ആക്റ്റീവ് ആവുന്നില്ലേ? മിങ്കിൾ ആവുന്നില്ലേ? നിങ്ങൾ നീ കുശു ഗോസിപ്പ് പറയുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് അല്ല. ഞാൻ ഗോസിപ്പിൽ കൂടണമെന്നാണോ പറയുന്നത്? അത് തന്നെയാണ് നമ്മള് ഗ്രൂപ്പിലില്ലാത്തതാണ്. അതാവും. അപ്പൊ ആരുടെ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കണ്ട. കാണിച്ച പിന്നെ നീ തന്നെ വിഷമിക്കും, നീ തന്നെ കരയും. എന്തിനാ വെറുതെ കേക്കണ്ടോ? അമ്മ ഓൾറെഡി പറഞ്ഞു വിട്ടതാണ് നിന്റെ അടുത്ത്. ഇവിടെ വന്നിട്ട് ആരെയും ഉപദേശിക്കാനോ ആരെയും നന്നാക്കാനോ പോവരുതെന്ന്. എന്നിട്ട് വീണ്ടും എല്ലാവരുടെ അടുത്തും വന്ന് പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി രണ്ട് കൂട്ടരുടെ അടുത്തും പോയി സംസാരിക്കും. അവസാനം വേറെ വല്ല പേരുമായിരിക്കും വരുന്നത്. മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കി നീ ജീവിക്കുക. ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോണ്ട. കേക്കണ്ടോ? കേട്ടേ പറ്റൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ? ഞാൻ പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ വഴക്ക് പറയും. ഞാൻ മരിക്കുമ്പം ഏതെങ്കിലും ഒരു വലിയ പ്രമുഖ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതണം, ഇന്നയാൾ മരിച്ചു, അല്ലെ സിനിമാ താരം മരിച്ചു, അല്ലെങ്കിൽ മറ്റേ സെലിബ്രിറ്റി മരിച്ചു എന്നല്ല, ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടു. മറ്റേ ഈ ചാരിറ്റികൾ അത് അവിടെ അല്ല വേണ്ടേ, അതല്ലാത്തടത്ത് എഴുതി കിട്ടണം. ഒരു മനുഷ്യൻ എന്ന ടൈറ്റിൽ നമുക്ക് കിട്ടണം. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ മരിക്കുന്നതിനെങ്കിലും പത്രത്തിൽ വരില്ല. നല്ല ഏത് മനുഷ്യനും പോയി മരിച്ചിട്ടുള്ളത് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ വരാന്തയിലോ ഒക്കെ ആയിരിക്കും. അതിന് ഇപ്പോൾ ഉള്ളൊരു ഗുണം എന്താണ്? ഇപ്പൊ ബിഗ് ബോസ് താരം എന്നൊരു ടൈറ്റിലെങ്കിലും നമുക്ക് വരും, ഇല്ലേ? ആണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ലാലേട്ടന്റെ മുമ്പിൽ നമ്മൾ കയറി നിന്ന സമയത്ത് തന്നെ നമ്മൾ വിൻ ചെയ്തു. ഇനി അങ്ങോട്ട് സത്യത്തിൽ ജഡ്ജ്മെന്റ് ആണ്. ഈവൻ ഇപ്പൊ ലെറ്റ്സ് സേ നമ്മളൊരു 50 ദിവസം പോവാണ്. 50 ദിവസം പോവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 50 ദിവസം നമ്മൾ പോയി. 50 ദിവസം അവൻ എങ്ങനെ പോയി എന്ന് പൊതുജനം ജഡ്ജ് ചെയ്യും. അതാണ് ബോസേട്ടൻ ജഡ്ജ് ചെയ്യും, ബിഗ് ബോസ് ജഡ്ജ് ചെയ്യും, അത് കറക്റ്റ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യും, അതും കറക്റ്റ്. പക്ഷെ ഇതിന്റെ മുകളിലാണ് പൊതുജനം ജഡ്ജ് ചെയ്യുന്നത്. എതിരാളികളാണ്. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ നോമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? ഇപ്പൊ എന്നെ ആരെങ്കിലും വന്ന് ഹേർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ ചെയ്തത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി, പക്ഷെ ആ പ്രശ്നത്തില് ഞാൻ ഉണ്ടാവില്ല. എങ്കിൽ പോലും മൂന്നാമത്തെ ഒരാൾ കാഴ്ചക്കാരി എന്ന നിലയിൽ നമുക്ക് ആ സംഭവത്തിൽ ഇന്നയാൾ തെറ്റുകാരി എന്ന് തോന്നി. അപ്പൊ ആ ഒരാളെ ആയിരിക്കും ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരാഴ്ചയിൽ ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതിന്റെ ഒരു പോസിബിലിറ്റി ഞാൻ പറയട്ടെ. റീസൺസ് ഒന്നും ഇല്ലാണ്ട് വരുമ്പോൾ പിന്നെ നമ്മൾ പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ചെയ്തില്ലേ, വീക്കസ്റ്റ് കണ്ടസ്റ്റന്റ് തോന്നുന്നവരെ നമ്മൾ, അതായത് അധികം മിണ്ടാത്തവരെ, കുറച്ച് മാറി നിൽക്കുന്നവരെ പിടിച്ച് നോമിനേറ്റ്. കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല. അതാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ദുർബലകളും മിണ്ടാതിരിക്കുന്നവരൊക്കെ പ്രശ്നം വരുന്നത്. പിന്നെ വരും ഇവിടെയൊക്കെ സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു ലക്ഷ്മി എന്ന് പറയുന്ന ഓവറായിട്ട് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു. ലക്ഷ്മി ഗെയിം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കും വരും. ഞാനിപ്പോ എല്ലാവരും പോയി മിണ്ടേണ്ട കാരണം എൻ്റെ അച്ഛനും അമ്മയും നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ ഒത്തിരി പ്രശ്നമുണ്ട്, ഒത്തിരി കടമുണ്ട്. അപ്പൊ എനിക്കൊരു 3-4 ആഴ്ചയെങ്കിലും പോയാൽ കുറച്ച് പൈസയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. അത്രയും അവർക്ക് കാരണം അവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ലടാ, തീരെ ഡൗൺ ആയിട്ടിരിക്കും. രണ്ടുപേരും ഓൾമോസ്റ്റ് പ്രായമുണ്ടല്ലോ. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ നോമിനേഷൻ എന്തായാലും നിന്റെ പേര് വരില്ല. എന്തൊക്കെ പ്രശ്നം വന്നാലും ഒരു ചിരി മതി അതൊക്കെ ഒന്ന് മൈൻഡ് ഡൈവേർട്ട് ആക്കാൻ. അപ്പോൾ ജീവിതകാലം ചിരിപ്പിച്ചുകൊണ്ടിരിക്കും ഇവര്. ഓക്കെ, ഈ ശരീരവും ഈ സ്കിന്നും ഇതൊക്കെ കുറച്ചു നേരം കഴിഞ്ഞ വേലൊക്കെ കൊണ്ട് വാടിപ്പോവും. മനസ്സിന്റെ സൗന്ദര്യം എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാൻസമാണ് ആളുള്ളിൽ. നമ്മളെ കാണിക്കുന്നില്ല.
എനിക്ക് ആ മുഖം ഒന്ന് കാണത്തില്ല. ഇതല്ല പൊസിഷൻ, മറ്റേ ഇങ്ങനെ നിൽക്കും, നിങ്ങളെ ചിരിപ്പിക്കും. നിങ്ങൾ മനസ്സും കൊണ്ട് ഭയങ്കര സൗന്ദര്യമാണ്. അത് ലാസ്റ്റ് ചേർക്കാം, അത് എക്സ്ട്രാ ആണ്. അത്രേ ഉള്ളൂ. രാത്രി 8 മണി. അപ്പൊ നാളെ ഇപ്പൊ എന്താക്കും, നാളെ അല്ല ഇപ്പൊ ഇൻവിറ്റീവ് ഞാൻ എണീച്ചിട്ട് ഡവ് കുഴക്കണം. പൂരിന്റെ ഡബ് എങ്ങനെ ഫുൾ ടൈറ്റ് ആണ്. ഞാൻ എത്ര ഉഴക്കമാണല്ലോ, ഞാൻ അടുത്ത് വന്നിരിക്കുമെങ്കിലും ചെയ്യാം പ്ലീസ്. ഇന്ന് 25 ചപ്പാത്തിയാണ് ചുട്ടത്. കാരണം കുറച്ച് പേര് ചോറും കഴിക്കും. ഈ രാവിലെ ചോറ് എന്നുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ എത്ര 14 പേര്, ഒരു മൂന്ന് പൂരി ആകുമ്പോ 3 4 അറിയും ആക്ച്വൽ പണി എന്താന്ന്. 50 around 50 കൂടെ നിൽക്കുന്ന ഒരു 50 എന്ത് ചുടണം. 50 പൂരി എന്താക്കണം നാളെ ആകുമ്പോക്ക് ചുടേണ്ട വരും. അല്ല എന്താണ് ഇഞ്ചി അച്ചാറ് ഒളിപ്പിച്ചു വെച്ചത് പറ. ഇന്ന് നിനക്ക് ചോറിന് ഇതിന്റെ കോമൺ സെൻസ് അല്ലേ മോനെ, നിനക്ക് ഇതില്ലെങ്കിൽ ഞാൻ ഇഞ്ചി അച്ചാർ കൊണ്ടുതരാതെ ഇളക്കി കഴിക്കാൻ നീ എത്ര നോന്ന് പറഞ്ഞാൽ കൊണ്ടുതരണ്ടല്ലോ. അതാണ് ഞാൻ നിന്നോട് കുഴപ്പമില്ല, അനുവേട്ടനൊക്കെ എണീക്കായിരിക്കും. ഞാൻ എന്തായാലും മനസ്സിലായോ അങ്ങനെ കഴിക്കണം, കാരണം അവർക്കുള്ളത് അവർ കഴിക്കുന്നു. ഞാൻ നാളെ ഇല്ലേ ഇവരെ വിളിച്ചിട്ട് ഞാനില്ലേ കണ്ണ് ഓപ്പൺ ആക്ക്. എടാ ഞാൻ നാളെ അനൂപേട്ടനെയും അവർക്ക് ആവശ്യമുണ്ടോ ഞാൻ അനൂപേട്ടനെയും എനിക്ക് ഇഞ്ചി അച്ചാർ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ അനൂപേട്ടനെയും നോബിച്ചേട്ടനെയും വിളിച്ചിട്ട് പൂരി ഉണ്ടാക്കാം നാളെ. പ്രശ്നമില്ല, കാരണം പൂരി ഇപ്പൊ പലരും നാളെ കഴിക്കൂല. എന്റെ ഡിസിഷൻ അല്ല. രാത്രി 9:05. കിളികളോടും കഥകൾ ചൊല്ലി ശബ്ദം പോയി. കഥകൾ ചൊല്ലി കാറ്റിനോടും. ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ ബിഗ് ബോസ്, എനിക്ക് ഇവിടെ ഒരാളോട് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ക്രഷ്. ആരാന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എനിക്കൊരാളിഷ്ടം. നാളെ ഞാൻ പോകുന്നൊന്നും എനിക്കറിയില്ല. പോവുകയാണെങ്കിൽ അത് പറയാതെ പോയ പ്രണയമായിട്ട് ഈ ബിഗ് ബോസിനുള്ളിൽ അവശേഷിക്കും, അത് ഉറപ്പാണ്. പുറത്ത് പോയിട്ട് ഞാൻ പറയില്ല, കാരണം ഉള്ള ഫ്രണ്ട്ഷിപ്പും കൂടെ കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എനിക്കിഷ്ടം ഒരാളെ, ഭയങ്കര 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 ഇഷ്ടം ഒരാളെ. ക്ലൂ ഒന്നും തരില്ല, ഇഷ്ടമാണ്. ക്രഷ്, infatuation. He stole my heart. He stole my heart. He stole my little heart. പറയില്ല ലാലേട്ടാ. രാത്രി 10 മണി. എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത്? നമ്മളൊന്നും വീട്ടിലൊന്നും ഒരു എടി എടാ പോടാ പോടി എന്ന് പോലും അറിയില്ല. ഞാൻ എന്റെ മക്കളെ പോലും എടാന്നൊന്നും ഞാൻ വിളിക്കാറില്ല. ശബ്ദധാരാവലി എടുത്തു വെച്ചിട്ടാണ് സ്ത്രീകളെ തെറി പറയുന്നത്.